ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓടും കുതിര ചാടും കുതിര, ഫഹദ് ഫാസിലിൻ്റെ മൂവി. അൽതാഫ് സലീം ഡയറക്റ്റ് ചെയ്യുന്ന പടം. ഓണർ റിലീസായിട്ടാണ് വരുന്നതല്ലേ. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യുക, അതിനുശേഷം ബാക്കി സംസാരിക്കും. എബി, ഞാൻ വീണ്ടും ആ സ്വപ്നം കണ്ടു. ആ കിണ്ണങ്കാച്ചിയ സ്വപ്നം. വെളുത്ത് തൊടുത്ത് നല്ല അലുവാ കഷ്ണം പോലൊരു കുതിര. ഇറ്റ് വാസ് സോ ഡ്രീമി. കുതിരയുടെ കാര്യം പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. എന്ത് കുതിര കിട്ടിയില്ലേ അനുരാജ്? എടാ മണ്ട, സംസാരിച്ച് വെറുപ്പിക്കാതെ ഡീല് നോക്കിയടാ. അവക്ക് ചെറിയ വട്ടല്ല, മുഴുവട്ട്. വിഷയം റൊമാൻസ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളറകളിലേക്കൊന്നും പോകുന്നില്ല. ഇതത് തന്നെ പ്രണയത്തിന്റെ ആദ്യ തുടിപ്പുകളാണത്. ഇത് റൊമാൻസ് ആണ്, റൊമാൻസ്. ട്വിസ്റ്റ് ഉണ്ട്. എന്താ എന്താ റൊമാൻസിന്റെ വീക്ക്നെസ്. സ്റ്റാർട്ടർ ആയിട്ട് ഇങ്ങനെ പോട്ടെ. ചാകാനാണെങ്കിൽ ഫ്ലാറ്റിന്റെ മുഖത്തോട് ചാടിച്ചാക്ക്. വട്ട് പകരു അനുരാജ്. എബി, എന്തൊക്കെയാ പറയുന്നത്? ആലുവ കഴിച്ചിരുന്നോ? ബാലോ, ഇറ്റ്സ് ടു ലേറ്റ് എബി. എന്നെ ഇപ്പൊ കണ്ട രൺബീർ കപൂറിനെ പോലെ. രൺബീർ കപൂർ ആയിട്ടുണ്ട്. എബി, മ്യൂസിക്. ഒന്ന് പോണം. ഏതായാലും അലർട്ടായിട്ടിരിക്കുക. നിന്റെ രണ്ട് കണ്ണുകൾക്ക് ഇനി വിശ്രമമില്ലേ ബി? വിശ്രമമില്ല. Gotta hold the top, baby, I'm looking down the lane, searching for you. Gotta skip on my body, come to me, shawty, you palm on my battery. അനുരാജ്, ഈ ചാർലി സിനിമയ്ക്കകത്ത് ദുൽഖർ ഒരു കുതിരയുടെ പുറകെ ഇങ്ങനെ ഓടത്തില്ലേ? അന്ന് റണ്ണറപ്പായ കുതിര ഇത്. അപ്പോൾ ആഗസ്റ്റ് 29 റിലീസ് പറഞ്ഞാണ്. അതായത് മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം സെയിം ഡേറ്റ് ആണ്. അപ്പോൾ സെയിം ഡേറ്റ് ക്ലാഷാണ്. പിന്നെ അത് വിടാണ്ട് ഓണത്തിന് വേറെ ലോക ചാപ്റ്റർ 1 ഉണ്ട്. പിന്നെ ഇതോടെ ഉള്ള മലയാളം വേറെ ഉണ്ട് തോന്നുന്നു. ബബ്ബ ഓണത്തിനല്ല, കളങ്കാവിലും ഇല്ല ഓണത്തിന്. അതിന്റെ അപ്ഡേറ്റ് ഒന്നും വന്നില്ല. വിലായത്ത് ബുദ്ധ പൃഥ്വിരാജിൻ്റെ അതില്ലാന്ന് തോന്നുന്നു. പിന്നെ ദുൽഖറിൻ്റെ ഇതുള്ള കാന്ത റിലീസ് ഒരു സംശയമുണ്ട്. അത്യാവശ്യം പടങ്ങളുണ്ട് ക്ലാഷിനിപ്പോൾ. അപ്പോൾ ഓണം അടിപൊളിയായിരിക്കും, കളർഫുള്ളായിരിക്കും ഓണം. പിന്നെ ട്രെയിലറാണ് നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു കളർഫുൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഫഹദിൻ്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വ്യത്യസ്തമായ രീതി, ഒരു പുതുമ തോന്നി. സ്ഥിരം എല്ലാവരും ഒരു പരാതി ഉണ്ട്, സ്ഥിരം കോമഡി പടങ്ങളിലൊക്കെ സ്ഥിരം ടൈപ്പ് അഭിനയമാണ് ഫഹദ്. ഇപ്പോൾ ഏതാണ് ഇന്ത്യൻ പ്രണയകഥ, പ്രകാശൻ, പിന്നെ അത്ഭുത വിളക്ക്, ഇതെല്ലാത്തിലും സെയിം ടൈപ്പ് ആക്ടിങ് ആണെന്നൊക്കെ എല്ലാവർക്കും ഒരു പരാതിൻ്റെ. ഒരേ ടൈപ്പ് അഭിനയമാണ്, ഒരേ ടൈപ്പ് എക്സ്പ്രഷൻ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ടൈപ്പ് ഫഹദിനെ കണ്ട തോന്നുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ട്. പിന്നെ കോസ്റ്റ്യൂംസ്, കളർ ഗ്രേഡിങ്, പിന്നെ BGM എല്ലാം നല്ല രസമുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എല്ലാം ഒരു പുതുമ തോന്നുന്നുണ്ട്. കാണാൻ തന്നെ ഒരു ഓണം ഇനി ഇത് തൂക്കുമെന്ന് പറയാൻ പറ്റില്ല. രണ്ട് പടം വന്നിട്ടുണ്ട്, ലോകം വന്നിട്ടുണ്ട്, ഇതുകൊണ്ട്. പിന്നെ പുതിയൊരു നടിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു വണ്ണമുള്ളൊരു നടിയുണ്ടെന്നുണ്ട്, പുതിയതാണെന്ന് തോന്നുന്നത്.
അതിൽ മൊത്തത്തിൽ രസമുണ്ട്. അൽത്താഫ് സലീമിൻ്റെ പടത്തിൻ്റെ ഒരു വൈബുണ്ട്, ഞണ്ടുകളൊക്കെ കാണുന്ന പോലെ ആ ഒരു സെയിം വൈബ് രസമുണ്ട്. എന്തായാലും ഓണത്തിന് ഇറങ്ങുമ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വേണ്ടപ്പോഴേ, അപ്പോൾ ഞങ്ങൾ വീഡിയോ വേണ്ടപ്പോഴേ നമുക്ക് അടുത്ത വീഡിയോ കാണാം.